ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അമലുവിന്റെയും അതുപോലെ തന്നെ വേലുവിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി തന്നെ കല്യാണിയുടെയും അതുപോലെ തന്നെ കിരണിന്റെ വീട്ടിലേക്കാണ് ട്ടോ വരുന്നത്. അതായത് കാർത്തികയുടെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം. അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുവാണ്. നമ്മുടെ അമലുവിനും അതുപോലെ തന്നെ വേലിനും വേണ്ടി പ്രത്യേകം മണിയറയും കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഊരിലെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിതം തുടങ്ങിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവാണ്. അമലു എന്റെ കൂടെ തന്നെ കിടക്കും, വേലു അപ്പുറത്ത് കിടക്കും എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അതങ്ങനെ മതി മോളെ, അതന്നെയാ നല്ലത് എന്ന് അമലുവിന്റെ അമ്മയും പറയുന്നുണ്ട്. ഞങ്ങളെന്നാ ഇന്ന് തന്നെ പോയിക്കോട്ടെ എന്ന് വേലു ഇങ്ങനെ കിരണിനോട് ചോദിക്കാട്ടോ. അത് ഇന്ന് തന്നെ പോണോടാ, നാളെ പോയാ പോരെ? അല്ല സാറേ, ഇപ്പൊ വന്നിട്ട് 2 ആഴ്ചയായില്ലേ. ഊരിലെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ. ഇനിയിപ്പൊ മൂപ്പൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേണം ഇനി ഊരിലെ മൂപ്പനായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഊരിലെ കാര്യങ്ങളൊക്കെ എല്ലാം കുളമായി കിടക്കുമായിരിക്കും. ഞങ്ങൾ പോയിക്കോട്ടെ സാറേ എന്ന് ചോദിക്കുകയാണ്. ആ ശരിയാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണമല്ലോ. ഞങ്ങൾ മാത്രം സ്വാർത്ഥത കാണിച്ച പോരല്ലോ. എടാ വേലു, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കിരൺ വിളിക്കുകയാണ്. ശേഷം വേലുവിനെ മാറ്റി നിർത്തി കിരൺ പറയുന്നുണ്ട്, എടാ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരിക്കലും ഗംഗപ്രസാദിന്റെ കാര്യം നോക്ക്, അമലു ഇപ്പൊ നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അമലുവിനെ മറക്കുന്ന രീതിയിൽ ഒരു രഹസ്യങ്ങളും നിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അമലുവിന്റെ ഒരു രഹസ്യങ്ങളും ഉള്ളിൽ വെക്കാൻ പാടില്ല. ഉള്ള കാര്യങ്ങളൊന്നും അമലുവിന്റെ അടുത്ത് തുറന്നു പറയരുത്. നിന്റെ സ്വഭാവം എനിക്ക് അറിയാം, നിന്റെ മനസ്സിലൊന്നും നിൽക്കില്ല. നീ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹവും കാണിച്ച് നീ നിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്ന സ്വഭാവമാണ് നിന്റെ. അതുകൊണ്ടാണ് നിന്നോട് പ്രത്യേകം പറയുന്നത്, ഒരിക്കലും നീ രഹസ്യം വേറെ ആർക്കും പറയരുത് എന്ന് പറയാണ്. ഇല്ല സാറേ, ഞാൻ സാറിനെ ചതിക്കില്ല. അമലു എന്നല്ല, ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് വേലു പറയാണ്. അങ്ങനെ അമലും വേലും നമ്മുടെ മൂപ്പത്തേക്ക് സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ. കല്യാണി കിരണും കൂടി കുറച്ച് പൈസ നമ്മുടെ മൂപ്പത്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത്, അയ്യോ ഇതൊന്നും വേണ്ട, എന്റെ മോൾക്ക് എടുപ്പതിൽ പൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നല്ല ഡ്രസ്സുകളായിട്ടും കുറച്ച് പണം നേരത്തെയും കൊടുത്തിട്ടുണ്ടായല്ലോ, അതൊക്കെ തന്നെ മതി, ഇനി പണത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ എന്താണ് മൂപ്പത്തി പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത് ഞങ്ങളുടെ സന്തോഷത്തിന് തരാണ്. നിങ്ങൾ കാട്ടിലുള്ള ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുത്തെ ആൾക്കാർ ആരെങ്കിലും അറിഞ്ഞു ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, തോന്നണില്ല നിങ്ങൾക്ക് ആരെങ്കിലും സഹായം ചെയ്യുമെന്ന്. എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കണം. ചികിത്സ ചെയ്യണമെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇരുന്ന അത് വെറുതെ ആവില്ല. ഇവരുടെ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പൈസ വേണമല്ലോ. ഞങ്ങൾ അവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഇവരുടെ കല്യാണത്തിന് നല്ലൊരു ദിവസം കുറിക്കണം മൂപ്പത്തി. എന്നിട്ട് ആ വിവാഹത്തിന് മുമ്പ് ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ 2 ദിവസം മുമ്പ് വന്നിട്ട് വിവാഹത്തിന് പങ്കെടുക്കാന്നൊക്കെ കിരൺ പറയാണ്. അങ്ങനെ അവരും അവിടെ സന്തോഷത്തോടെ പോവുകയാണ്. അവര് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ കാർത്തികൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാർത്തിക എടുത്ത് പ്രകാശം പണ്ട് മോളെ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. അപ്പൊ ദിലീപും കാർത്തികയും പണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പേടിയില്ല അച്ഛാ, ഗംഗപ്രസാദ് വരണമെങ്കിൽ വരട്ടെ, നേരിടാൻ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചേക്കണത്. അയ്യോ അങ്ങനത്തെ ആത്മവിശ്വാസം വേണ്ട മോനെ, അവൻ എന്തുദ്ദേശിച്ചാണ് ഇപ്പൊ ഒളിഞ്ഞു നിൽക്കണെന്ന് എനിക്ക് അറിയില്ല. അവൻ എന്തോ വലുതായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കില്ല. കാർത്തിക് മോളുടെ വിവാഹം കഴിഞ്ഞ അപ്പൊ തന്നെ അവൻ വരേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസമെങ്കിലും അവൻ വരേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് അവനെ കുറിച്ച് ഒരു അറിവില്ല. ഒന്നില്ലെങ്കിൽ അവൻ മരിച്ചു കാണും, അല്ലെങ്കിൽ അവൻ എന്തോ പ്ലാനിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം പോവാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പറയാണ്. അത് ശരി അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികയും അതുപോലെ തന്നെ ദിലീപും കൂടി എല്ലാവർക്കും യാത്ര പറഞ്ഞ് അവരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ. കല്യാണി നമ്മുടെ കാർത്തികനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2 കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കിരണും കല്യാണി പഴയ പോലെ തന്നെ അവരുടെ കമ്പനിയിലേക്കും അതുപോലെ വീട്ടിലേക്കും വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാരിയല്ല സരയുവാണെന്നുണ്ടെങ്കിലോ കിരണിന് 2 ദിവസമായിട്ട് ഇപ്പൊ കമ്പനിയിൽ കാണുന്നില്ലല്ലോ. അതിന്റെ വല്ലാത്ത അസ്വസ്ഥതയാട്ടോ. കാരണം വെച്ചാൽ കാർത്തികയുടെ വിവാഹം ആയതുകൊണ്ട് തന്നെ കിരൺ ഇപ്പൊ തിരക്കിലായതുകൊണ്ട് എല്ലാം ഹരിയേട്ടനാണ് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നത്. കിരൺ വരുന്നേ ഇല്ല. അവളുടെ ചേച്ചിയുടെ വിവാഹത്തിന് കിരൺ ഇപ്പൊ 2 ദിവസമായി കമ്പനിയിലേക്ക് വന്നിട്ട് കമ്പനിയിലെ കാര്യങ്ങളൊന്നും അവൻ നോക്കുന്നില്ല. അവളുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ അവൻ അവിടെ നിൽക്കുന്നത്? അവനെ കാണാതെ ഒരു സമാധാനം ഇല്ല. അവനിങ്ങോട്ടൊന്ന് വന്നാൽ എന്തായിരുന്നു എന്നൊക്കെ സരയു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പോ കിരണെ കാണുമ്പോൾ തന്നെ സരയുവിന് ഭയങ്കര സന്തോഷമാവട്ടെ. അയ്യോ കിരൺ വന്നു തന്റെ കാമുകൾ വന്ന പോലത്തെ ഒരു ഇതാണ് സരയു കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ താരക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുവാട്ടോ. അപ്പൊ കിരൺ ചോദിക്കണ്ടല്ല, എന്താ സരയു നീ വിവാഹത്തിന് വരാത്തത്? നിന്നോടത്തും താര എന്റെ അടുത്തും വരണോന്ന് പറഞ്ഞല്ലേ? അപ്പൊ തന്നെ സരയു പെട്ടെന്നൊരു കള്ളം പറയണതോ, പെട്ടെന്ന് എനിക്ക് നല്ലാത്തൊരു പനി പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയും വരാതിരുന്നത്. ആണോ? നിങ്ങൾ വരാത്തോണ്ട് നിങ്ങൾക്കുള്ള
പായസം കല്യാണി ഇന്ന് വെച്ചിട്ട് കൊണ്ടു തന്നതാണ്. ആരാ വെച്ചത്? കല്യാണി എന്ന് പറയുമ്പോ തന്നെ സരയുവിന് ദേഷ്യം വരും കേട്ടോ. എന്താ സരയു എന്ന് കിരൺ ചോദിക്കുമ്പോ ഒന്നുമില്ല കിരണെ എന്നാണ് സരയു പറയണത്. ശേഷം കിരണോട് സരയു ചോദിക്കണ്ടല്ല, നീ കമ്പനിയിലേക്കൊന്നും വരുന്നില്ലല്ലോ, കല്യാണത്തിന് തിരക്കും പിന്നെ ഗംഗപ്രസാദ് വരുമോ എന്നുള്ള ടെൻഷനും കൊണ്ട് എല്ലാം നോക്കി നടത്തായിരുന്നില്ലേ സരയു? നാളെ മുതൽ കമ്പനിയിൽ വരണം. അല്ല നീ ഇന്ന് ലീവ് ആയിരുന്നല്ലോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ല കിരണെ, വല്ലാത്തൊരു പനി പോലത്തെ ഒരു സംഭവം ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ വരാതിരുന്നത്. ശരി, നീ നാളെ കമ്പനിയിൽ വരുമല്ലോ അല്ലേ? ആ വരും. എന്താടി? ഒന്നുമില്ല, ഞാനും കല്യാണി നാളെ തൊട്ട് വരും. അപ്പോൾ തന്നെ സാരി എന്ത് പറയുമ്പോൾ അതിനോട് കല്യാണി എന്ന് ചേർക്കോലോ ഇവൻ എന്നൊക്കെ ഇനി വിചാരിക്കാണ്. ശേഷം കിരൺ പോയി കഴിയുമ്പോൾ സാരി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാട്ടോ. എന്നിട്ട് താരെടുത്ത് പറയണ്ട്, അവൻ ശരിക്കും പറഞ്ഞ ഒരു കൊച്ചു പയ്യനെ പോലെ തന്നെയാണ് അല്ലേ അമ്മേ? ശരിക്കും അവന്റെ മുഖത്ത് തന്നെ എഴുതിച്ചിട്ടുണ്ട്, അവന്റെ പഞ്ചപാവമാണ്, സ്നേഹിക്കാൻ മാത്രം അവനെ അറിയുള്ളൂ അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം സ്വർഗ്ഗമായാനായിരുന്നു. സമയം വൈകിട്ടില്ല എന്ന് സരയു പറയാണ്. അത് കേൾക്കുമ്പോ താര നെട്ടിയിട്ട് സരയുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, എന്തിനാ അമ്മ എന്നിങ്ങനെ നോക്കണത്? ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത്, എനിക്ക് അവനെ അത്രമാത്രം ഇഷ്ടമാണ്. ഇപ്പൊ വീണ്ടും ഞാനിപ്പോ പഴയ ആ ഒരു 18-19 വയസ്സിലെ പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവനോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അമ്മേ. എനിക്ക് അവനെന്ന് വെച്ചാൽ വീണ്ടും എനിക്കൊരു ഭ്രാന്തായിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സരയു പറഞ്ഞിട്ട് ഒരുമാതിരി വെപ്രാളൊക്കെ കാണിച്ചു കൂട്ടാട്ടോ. അതിനുശേഷം സരയു ആ ദിവസം തന്നെ രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. രാഹുലിനോട് പറയണ്ട, അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കിരണിനെ വേണം, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഓഹോ മോളെ, നിനക്കത് തോന്നിയോ എന്ന് രാഹുൽ ചോദിക്കുമ്പോ, അതേ അച്ഛൻ പറഞ്ഞു തന്നെയാണ് ശരി. കല്യാണി അവളെ ഒഴിവാക്കിയിട്ട് എനിക്ക് കിരണിന്റെ ജീവിതത്തിലേക്ക് കയറണോ വെച്ചാ, എങ്കിലേ നീ കല്യാണിനെ ഒഴിവാക്കിയേ പറ്റൂ. ഇപ്പൊ നിനക്ക് പറ്റിയ അവസരമാണ് മോളെ. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിലേ നിനക്ക് അവൾക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ, കൂടപ്പറപ്പിനെ പോലെയാണല്ലോ അവൾ നിന്നെ ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് നീ എന്ത് കലക്കി കൊടുത്താലും അവൾ ഒറ്റ വലിക്ക് കുടിക്കും. വിഷമാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. അച്ഛാ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് കൂടി റിസ്ക് ആണ്. കിരൺ എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അപ്പോ വേറെ എന്തെങ്കിലും തരത്തിൽ അവൾ ഇല്ലാതാക്കണം. കുഴപ്പമില്ല അച്ഛാ, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അവളെ ഇല്ലാതാക്കും. എന്നിട്ട് ഞാൻ കിരണിന്റെ ഭാര്യാസ്ഥാനത്തിലേക്ക് ഞാൻ കേറും എന്ന് സരയു പറയാണ്. അപ്പൊ രാഹുൽ അദ്ദേഹം ഭയങ്കര സന്തോഷമാവാട്ടോ. സരയു വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. രാഹുൽ ആണെങ്കിൽ ഈ കാര്യം വിക്രത്തോട് പറയാണ്, വിക്രമേ സരയുവിന്റെ സ്വഭാവം മാറിയടാ, അവള് പഴയ പോലെ തന്നെയായി. എന്റെ മകൾ സരയു തന്നെയായി അവള്. ഞാൻ എപ്പോഴും അവളോട് പറയാനുണ്ടല്ലോ, കിരണിനെ സ്വന്തമാക്കണം, കല്യാണിനെ കൊന്നിട്ടാണല്ലോ കിരണിനെ നീ സ്വന്തമാക്കണം, കിരണിന്റെ ഭാര്യയായിട്ട് നീ വേണം വാഴാനായിട്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ അവളത് ശരിവെച്ചു. അവൾക്കും തോന്നി തുടങ്ങി അവളിപ്പോ കല്യാണിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത്. അത് കൊള്ളാലോ അങ്കിളെ, അവൾക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായത്? എടാ അത് മാറ്റം എന്ന് പറയാൻ വേറൊന്നുമല്ല, അവള് ചെറുപ്പം മുതൽ സ്നേഹിച്ചത് കിരണിനെയാണ്. അതിനിടയ്ക്ക് മനോഹർ വന്നു, കല്യാണി വന്നു. കല്യാണി പോവാണെങ്കിൽ മനോഹർ ഓൾറെഡി പോയി. കല്യാണി പോവാണെങ്കിൽ അവൾക്ക് ആ പഴയ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് തോന്നിക്കാണും. അതായിരിക്കും. എന്തായാലും എനിക്ക് സന്തോഷമായിടാ, ഇനിയല്ല എന്റെ മോൾ നോക്കിക്കോളും എന്നൊക്കെ രാഹുൽ വിക്രത്തോട് പറയാണ്. വിക്രം പറയണ്ട്, ആ തലതെറിച്ചുള്ള കല്യാണി മരിച്ച എനിക്കും സന്തോഷമാവും അങ്കിളെ എന്ന് വിക്രവും പറയണം. അപ്പൊ ഇവരുടെ സംസാരം എല്ലാം തന്നെ മനോഹർ കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ മനോഹർ വിചാരിക്കണം, ഇപ്പൊ തന്നെ ഒരു കത്ത് എഴുതണം കിരണിനും കല്യാണിക്കും. അതായത് ഇവരുടെ ഉദ്ദേശം ഇതാണെന്ന് ഇപ്പൊ തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ട് മനോഹർ ഒരു കത്ത് എഴുതാൻ വേണ്ടി തുടങ്ങും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.